ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പോത്തീസിൽ പോയി കുറച്ച് മെറ്റീരിയലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ? അതൊക്കെ ഓഗസ്റ്റ് 10 മുന്നേ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാട്ടോ. അവരുടെ ഫംഗ്ഷൻ അതിന് മുന്നേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരാളുടെ അടുത്തേക്കുമാണിത്. ഞങ്ങളുടെ കസിൻ്റെ തന്നെയാണ്. അംബ്രല്ല കട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഗൗൺ വന്നിട്ട് യോക്കിൽ വേറൊരു മെറ്റീരിയലാണ് വെക്കുന്നത്. അങ്ങനെ തയ്ക്കാനാണ് ഒരു റെഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗൗണിന്റെ കൂടെ തന്നെ ഇടാനായിട്ട് ഒരു നെറ്റിന്റെ ഫുൾ ലെങ്ത് ആയിട്ട് വരുന്ന ഒരു ഷ്രഗും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇച്ചിരി പാടാണ് വെട്ടിയെടുക്കാൻ. തെന്നി മറിയൊക്കെ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. ഓക്കെ, മതിയോ? അങ്ങോട്ട് നീളത്തിലങ്ങ് പിടിക്കും താഴത്തേക്ക്. അത് നീ എന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുമെന്ന് ഞാൻ എല്ലാവരോട് പറയും. കണ്ണിറുക്കാതെ കണ്ണിന്റെ കുത്ത് ഞാൻ പൊക്കണം അവിടുന്ന്. ബേസിക്കലി ഞാനൊരു കലിപ്പിയാണ്. കലിപ്പിയുടെ പ്രിവിലേജ് ഞാനിവിടെ ഉപയോഗിക്കണമെന്നില്ല. ഉപയോഗിച്ചിട്ടുള്ള താടികിട്ട് തട്ടിയിടും. തയ്ക്കേണ്ടതിനൊന്നും നൂലുമില്ല, സിബുമില്ല, ഒന്നുമില്ല. ഇതെല്ലാം വാങ്ങണം. നാൻസി എല്ലാത്തിന്റെ ഓരോ പീസിങ് അതാ. ചേച്ചി പോയിട്ട് വരട്ടെ. ഏത് ഇപ്പൊ കൊണ്ടുവരാൻ പോണവർക്കാ? അതാദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് വാങ്ങിയാ പോരെ. അപ്പൊ ഞാൻ കടയ്ക്ക് പോകാൻ പോവാണ്. ഇവക്ക് ചക്കവറയൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ചക്കവറ കടയിലൊക്കെ കേറത്തില്ല കേട്ടാ കാണിച്ച്. എടി ഇത് മാത്രമേ ഉള്ള സാമ്പിൾ, വേറെ ഒന്നുമില്ല. എന്തേലുമൊക്കെ തുണി എടുത്തോണ്ട് പോയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, അവിടെ ചെല്ലാൻ നേരത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെ മറന്നു പോയിട്ട് തന്നെ പതിവ് എനിക്ക് സ്ഥിരമുള്ളതാണ്. അതുകൊണ്ട് എല്ലാത്തിന്റെ സാമ്പിൾ അറിയാം, എന്നാലും എല്ലാത്തിന്റെ സാമ്പിളും കൂടി കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ബൈ. പോകുവാണ്, അവിടെ വരെ പോകും. അവിടെ കൊണ്ട് ഫോൺ തന്നോണം. ഞങ്ങളുടെ വൈക്കത്ത് സ്ഥിരം പോകുന്നൊരു നൂലുകടയുണ്ട്. അവിടെ നിന്നാണ് ഇതൊക്കെ വാങ്ങിച്ചത്. സിബൊക്കെ കറക്റ്റ് മാച്ചിങ്ങിനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒപ്പിച്ച് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ നാണിച്ചിക്ക് ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ രണ്ടാമത് പോയി വാങ്ങിച്ചോണ്ട് വന്നതാണ്. ആണോ? അവിടെ വേറെ ഒന്നും ഇല്ലായിരുന്നടി. എഴുത്ത് അയക്ക്. നട്സൊക്കെ പേപ്പറിൽ പറ്റരുത്, കറക്റ്റായിട്ട് ഐസ്ക്രീം തന്നെ പറ്റിയിരിക്കണമെന്ന് പരാതിപ്പെടുക. മുറയ്ക്ക് തീറ്റ തന്നെ നടന്നോണ്ടിരിക്കുക. ഐസ്ക്രീം കഴിഞ്ഞപ്പോ ചക്കവറ. എന്താണ് ഇത് നാൻസി? ഈ മീനാണ് വെട്ടാനുള്ളത്. ഇതിന് ഈ നമ്മുടെ എന്താ പറയാ, ബ്ലേഡ് എന്നൊക്കെ പറയണ ഒരു മീനുണ്ടല്ലോ, നമ്മളിവിടെ മാച്ചാങ്കുറിച്ചിലെന്നാ പറയുന്നത്. ഇതിനൊരു ചുണ്ണാമ്പ് പോലുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അത് കല്ലിലിട്ട് ഒരച്ച് കഴുകണം. സാധാരണ ഞങ്ങൾ സ്ക്രബ്ബർ ഇട്ട് കഴുകും കേട്ടോ. നമ്മുടെ പാത്രമൊക്കെ തേക്കണ സ്ക്രബ്ബർ ഇല്ല, അതിന്റെ ഇതിനു വേണ്ടി മാത്രം വെച്ചേക്കുന്നത് ഉണ്ടായിരുന്നു ഒരെണ്ണം. അതിപ്പോ കാണുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോ കല്ലിലോട്ട് ഉരയ്ക്കണം. ഒരച്ചെടുത്താൽ ഇഷ്ടമാണ്, പക്ഷെ ഉരയ്ക്കാൻ മടിയാ. അപ്പൊ ഞാൻ പോയി ഒരച്ചിട്ട് വരാവേ. ഞാനത് ഉരയ്ക്കാൻ പോയപ്പോ അമ്മയാ പറഞ്ഞു ചിരട്ടയുടെ മൂട് കൊണ്ട് ഉരച്ചാൽ പോകുന്നു. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. കണ്ട ചുണ്ണാമ്പ് പോലെ ഇരിക്കുന്ന കണ്ട. പോയി കൊള്ളാം, ഐഡിയ കൊള്ളാം. മീൻ കൊണ്ട് തന്നെ കറിയും വെച്ചു, ഇച്ചിരി വറക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ തക്കാളി വാട്ടിയ കറി ഉണ്ടായിരുന്നു. പിന്നെ നാൻസി എന്താ ചെയ്യണമെന്ന് തന്നെ ഇടയ്ക്ക് ഞാൻ എത്തി നോക്കാൻ വേണ്ടി പോയതാ. ഈ ബ്ലൗസ് വെട്ടിയാടി നീ? വെട്ടിക്കഴിഞ്ഞാ? അപ്പോൾ നമ്മൾ നേരത്തെ വെട്ടാൻ എടുത്തില്ലേ, അത് ഞങ്ങളുടെ ഒരു കസിൻ്റെ ആട്ടോ, മോളമ്മ എന്ന് പറയും. മോളമ്മയല്ല, ക്രിസ്റ്റീനയ്ക്ക് ഒരു സാരിയും കൂടി ഉണ്ട്. ഓരോരുത്തരുടെ വെച്ച് സെറ്റ് ചെയ്ത് മാറ്റാന്ന് വിചാരിച്ച്. ഇത് അവളുടെ ഹസ്ബൻഡ് പൂർണിമ ഇന്ദ്രയത്തിന്റെ അടുത്തുനിന്ന് വാങ്ങിച്ച സാരി ആട്ടോ. ഇതാണ് സാരി. അയ്യോ, ഇതൊക്കെ നാൻസി വെട്ടി വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടക്കോട്ട് കൂടി കലർത്താൻ പറ്റില്ല. അല്ല, ഇത് വെട്ടി വെച്ചതല്ലേ. ആ പീസൊക്കെ ഞാനെടുത്ത് ദൂരോട്ട് കളയും. ഒരു
5 വർഷം മുന്നേ ഞങ്ങളുടെ കസിന്റെ ഹസ്ബൻഡ് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാട്ടോ. സത്യം പറഞ്ഞാൽ കൂട്ടുകാരനാണ് സെലക്ട് ചെയ്തത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് അമ്മമാരങ്ങ് കൊടുക്കുന്ന ടൈപ്പ് അല്ലെന്നൊന്നും ഈ ആണുങ്ങൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ പൂർണ്ണമേന്ദ്രത്തിന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ അമ്മ ഇത് എടുത്തൊന്നുമില്ല. ബ്ലൗസ് പീസ് ഒന്നും മുറിക്കാണ്ട് അതങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നീടാണ് ഇവരുടെ കല്യാണ ശേഷം ഇപ്പൊ ഒരു 3-4 കൊല്ലമായിട്ടുണ്ട് അത് കൊടുക്കാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ അവർക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ടല്ലോ. അപ്പൊ ആ ഫംഗ്ഷൻ കൊടുക്കാന്ന് കരുതിയിട്ട് അവള് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് തന്നപ്പോഴത്തേക്കും ഇതും കൂടി കൊണ്ടുവന്ന് തന്ന ബ്ലൗസും കൂടി തയ്ച്ച് വെച്ചേക്കാൻ നാൻസി മോളേന്നും പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. ഇതിനാണ് ഭയങ്കര ലെങ്ത് ആട്ടോ. ഇതവര് എനിക്ക് തോന്നുന്നു മീറ്റർ കണക്കിന് തുണി മേടിച്ച് വെച്ചിട്ട് അതൊന്നും അവനവന്റെ അളവിലോട്ടൊന്നും മുറിക്കുക പോലും ചെയ്യാണ്ടാ കൊടുത്തു വിട്ടേക്കുന്നത്. ഭയങ്കര ലെങ്ത് ആണ്. അറ്റം ഒന്നും മടക്കി അടിക്കാത്ത പോലത്തെ മോഡലാണ്. ഇത് 13,000 രൂപയുടെ സാരി ആട്ടോ. ഇതിന്റെ മെറ്റീരിയലിന്റെ വില കൊണ്ടാണോ എന്ത് പ്രത്യേകതയാണെന്ന് നമുക്കറിയില്ല. ഒരു ബോളിവുഡ് സ്റ്റൈലൊക്കെ വരുന്ന ഒരു സാരിയാണിത്. നൈറ്റ് ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ നന്നായിട്ടിരിക്കുവേ. സാരിക്കാണെങ്കിൽ ഭയങ്കര നീളം, അത് മുറിച്ച് കളയാനായിട്ട് അവളെ നിലത്തിട്ടേക്കുവാണ്. അത് എന്തോരം സാരിക്ക് എന്തോരാ വന്നത് മതിയാ? എന്നാ അത്ര തൊട്ടാ മതി. ആണോ? അതിലും കൂട്ടി കിട്ടോ? ആ മതി മതി മതി, അത് ഇട്ടാ മതി. അതെ, ഇത്രയും നീളക്കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഇതങ്ങ് മുറിച്ച് കളഞ്ഞ് നമ്മുടെ ഒരു 3-4 വർഷം മുന്നേ ഇത് ഇങ്ങനെ ഇതുപോലത്തെ ഫ്രില്ലൊക്കെ വരുന്ന ഒരു സാരിയുടെ മോഡലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇറങ്ങിയ സാരിയാണെന്നാണ് എൻ്റെ ഒരു തോന്നല്. നാൻസി ചുമ്മാ റഫായിട്ടൊന്ന് ഉടുത്തു നോക്കുവാണ്. ഇത്ര നമ്മൾ മുറിച്ച് കളഞ്ഞല്ലോ, കറക്റ്റ് നീളത്തിൽ തന്നെ അല്ലേ കിട്ടിയേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് ചുറ്റി വെച്ചതാട്ടോ. അപ്പൊ കറക്റ്റ് ഒക്കെ ആയിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. ഇനി അത് ഒന്ന് മടക്കി ഒന്നും അടിക്കേണ്ട, അത് അങ്ങനത്തെ ഒരു രീതിയിലുള്ള മെറ്റീരിയലാണ്. ഇനി എല്ലാം മടക്കി അങ്ങ് വെച്ചേച്ചാൽ മതി. ഞാൻ ആ സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കാനായിട്ട് ആദ്യമേ ഇച്ചിരി കുഞ്ഞിന് റൈസ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു സ്കൂളിലോട്ടെ. അതെടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് നാൻസിക്കും വാരി കൊടുത്തു. അപ്പോൾ അവൾ പിന്നെ പറഞ്ഞെങ്കിൽ നീ തന്നെ വാരുത്, ഇച്ചിരി കൂടി ചോറ് എടുത്തോണ്ട് വരാൻ പറഞ്ഞ് ചോറ് എടുത്തോണ്ട് വന്ന് അവക്ക് കൂടി വാരി കൊടുക്കുവാണ്. അവക്ക് ഇങ്ങനെ വാരി കൊടുത്താൽ തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ. പണ്ട് ഇങ്ങനെ എപ്പോഴും ഞാൻ വാരി കൊടുക്കുമായിരുന്നേ. ഇവക്ക് ഇങ്ങനെ ചോറെടുത്ത് കഴിക്കാൻ പോലും മടിയാ, ഭയങ്കര മടിയായിരുന്നു. ഉച്ചയ്ക്ക് ആ ചോറും കഴിച്ചിട്ട് ഇപ്പൊ തന്നെ ഞാൻ തയ്ക്കാൻ പോകാന്ന് കരുതി പൊക്കത്തോട്ട് പോയ ആളാണ്. അവിടെ കിടന്നുറങ്ങിയിട്ട് ഇതിപ്പോ രാത്രി ആയിട്ടുണ്ട്. രാത്രിയിലാണ് സാരിയുടെ ബ്ലൗസ് കട്ട് ചെയ്തിട്ടാണ് പോയത്. നമുക്ക് കട്ടിംഗ് ടേബിൾ പൊക്കത്ത് റെഡി ആയിട്ടില്ലല്ലോ. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം ചുമന്നോട്ട് താഴത്തോട്ട് വരുന്നത്. ഇച്ചിരി പാടാണ്. കട്ടിംഗ് ടേബിൾ ഉടനെ റെഡിയാക്കേണ്ടിയിരിക്കുന്നു. ഈ മെറ്റീരിയൽ തയ്ക്കാൻ ഭയങ്കര പാടായിരുന്നു. നാൻസി ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി തയ്ച്ചെടുക്കാനായിട്ട്. നമ്മൾ അടിക്കാൻ നേരത്ത് ഈ മെറ്റീരിയൽ തോന്നിയ വഴിക്ക് പോകുക, എന്നിട്ട് അടിച്ചു വെച്ചിട്ട് പിന്നെ അത് അഴിക്കും, പിന്നെ ഒന്നും കൂടി അടിക്കും. അങ്ങനെയൊക്കെയാണ് ഇത് ഒരു വിധത്തിൽ അടിച്ചെടുത്തത്. ബ്ലൗസിന്റെ പരിപാടി തീർന്നപ്പോഴത്തേക്കും രാത്രിയായി. അതുകൊണ്ട് ഗൗണിന്റെ പരിപാടിക്കൊന്നും നിന്നില്ല കേട്ടോ. ഗൗണിനെ പിറ്റേ ദിവസമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ എടുത്തപ്പോൾ തന്നെ ദൈവമേ, പത്രത്തിൽ എന്താണ് വായിക്കുന്നത്. എന്തായാലും ആരെങ്കിലും വിചാരിച്ചായിരുന്നു ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുന്ന കരുതിയാണ് അവർ കിടന്നുറങ്ങിയത്. എനിക്കാന്നുകൊണ്ട് 2-3 ദിവസമായിട്ട് മൂടേ ഉണ്ടായിരുന്നില്ല. ഇത് എന്നെടുത്ത് വെച്ച വീഡിയോയായത് വോയിസ് പറഞ്ഞൊന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് പറ്റുന്നേ ഇല്ല. നമ്മളിങ്ങനെ അറിയാണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് ജീവിക്കുവാണല്ലോ, അറിയാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കോമഡി പറഞ്ഞ് ചിരിച്ചു പോകുമ്പോഴാണ് ദൈവമേ ഒരുപാട് പേര് അവിടെ കിടന്ന് കരയുവാണല്ലോ. വളരെ ബന്ധപ്പെട്ടവരൊക്കെ അവരുടെ മുന്നിൽ കൂടി ഇങ്ങനെ ഒലിച്ചു പോകുമ്പോൾ ഇത് എങ്ങനെയാലും ദൈവമേ, കുഞ്ഞു പിള്ളേർ അനാഥരായിട്ട് എല്ലാവരും മരിച്ചിട്ട് ഒരാൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയൊക്കെ എന്തൊരു ദുരവസ്ഥയാ. അതിനടക്കാന്നുണ്ടെങ്കിൽ ജെയ്സന്റെ ചേട്ടൻ തെങ്ങല്ല, ഒരു ചെറിയൊരു മരത്തേന്ന്, പുള്ളിക്ക് മരം വെട്ടാണ്, മരത്തേന്ന് വീണിട്ട് മെഷീനുണ്ട്, മരം മുറിക്കണ മെഷീനില്ലേ, അത് ഉൾപ്പെടെയാണ് താഴത്തേക്ക് വീണത്. ആ മെഷീൻ കൊണ്ട് കൈ നല്ലപോലെ ആഴത്തിൽ മുറിഞ്ഞിട്ടുണ്ട് ഇടത്തേക്കൈ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തലേ ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു രാത്രിയിൽ. മെഡിക്കൽ കോളേജിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്കെൻ്റെ പൊന്നി, മെഡിക്കൽ കോളേജിൽ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യനൊന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് നേരത്തേക്ക് എന്തോരം ആംബുലൻസുകളാണ് വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. എല്ലാവരുടെയും മൂക്കിൽ കൂടിയും വായിൽ കൂടിയും ഒക്കെ കുഴലിട്ടിട്ട് ഈ ഓർത്തോഡോക്സ് സെക്ഷനിലോട്ട് പോയാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ, കയ്യും കാലും ഒക്കെ പോയി കിടക്കുകയെ. ഓരോ കമ്പിയൊക്കെ ഇട്ട് പൊക്കി വെച്ചത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തല മടുത്തു പോയി. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടും കേട്ടും വന്നിട്ട് അടുക്കളയിൽ നിന്നിട്ട് ഞാൻ എന്തിനാ വന്നേക്കണേന്ന് ഓരോ സാധനം എടുക്കാൻ വേണ്ടി ചെല്ലും, എന്നിട്ട് മറന്നു പോകും എന്തിനാന്ന്. കുഞ്ഞിനാണെങ്കിൽ റൈസാണ് ഉണ്ടാക്കി കൊടുക്കണം. ടീച്ചർ പറഞ്ഞാൽ അവൾക്ക് റൈസ് ഉണ്ടാക്കി കൊടുത്താൽ മതി, അവൾ ചോറ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് അരി വേവിക്കാൻ, ഇച്ചിരി വേവിക്കുള്ളൂ അരി, അവൾക്ക് വേണ്ടി മാത്രം അരി വേവിക്കാൻ വെച്ചിട്ട് ഞാൻ പഞ്ചസാരയൊക്കെ ഇടുക. ചായക്ക് വെച്ചതാണെന്നൊക്കെ ഓർത്തിട്ട് ഫുൾ മൈൻഡ് ഔട്ടായി പോയിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ രാവിലത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ട്
കിയാരാനെ പറഞ്ഞ് സ്കൂളിലോട്ട് വിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് വിഷമങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. യാന്ത്രികമായിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്ത് പോകുവാണ്. കിയാരാനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങള് പിന്നെയും പത്രം നോക്കിയിരിക്കുവായിരുന്നു. എന്റെ ഈശ്വര, ഇത് കണ്ടിട്ടാണ് എന്തൊരു കഷ്ടമാ ദൈവമേ. എല്ലാരും ഉണ്ടായിരുന്നവര് അനാഥരായല്ലോ. ഈ പിള്ളേരെ നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ? എന്റെ ദൈവമേ, കൊച്ചു പിള്ളേരൊക്കെ ഒരുപാട് പേരെ കാണാനില്ല, 17 പേരെ. അത് തന്നെ. അത് മാത്രല്ല, ഇതുങ്ങളൊക്കെ കൺമുന്നിൽ കൂടി നഷ്ടപ്പെട്ടു പോണത് എന്തൊരു അവസ്ഥയല്ലേ. ഇന്നലെ രാത്രി അവളെ ബ്ലൗസ് തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പാടായിരുന്നു ഇത് തയ്ക്കാൻ. ഒരു വിധത്തിൽ തയ്ച്ചു വെച്ചു. ഇത് ഹെം ചെയ്യലാണ് എന്റെ പരിപാടി. ഞാൻ ഹെം ചെയ്യാൻ പോവാണ്. പുറത്താന്നുണ്ടെങ്കിൽ ഭയങ്കര പെരുത്ത മഴ. നമ്മുടെ തലയ്ക്ക് മീടയും ഉണ്ട് മുല്ലപ്പെരിയാറെന്ന ഡാം വാളായിട്ട്. അതെന്നാണാവോ പൊട്ടി പുറപ്പെടണമെന്ന് തമ്പുരാൻ അറിയാം. അതൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിരിക്കണ ഈ ഏരിയയൊക്കെ 10 അടിയോളം ചെളിയായിരിക്കും എന്നാണ് വിദഗ്ധർ പറഞ്ഞിട്ടേക്കുന്നത്. ഈശ്വര, ധൃതി പിടിച്ചിടുമ്പം ഫ്രണ്ട് അറിയാനായിട്ട് നാൻസി എഴുതി വെച്ചതാണ്. ഫ്രണ്ടിൽ എഫ്. കാരണം ഇത് തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എന്നാടി പറഞ്ഞ ക്രോച്ചയാ, ക്രോച്ച് കേറിയിരിക്കും. അതുകൊണ്ട് തന്നെ നാൻസി തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കും. എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് മറ്റേ ആവാസ ട്വിൻ ബേഡ് അതൊക്കെ വരണ പോലെ എനിക്ക് എപ്പാണ് എന്റെ സൈൻ. കഴിഞ്ഞ ദിവസം തയ്ച്ചു വെച്ച പാന്റാണ്. ഇലാസ്റ്റിക് ഇല്ലാഞ്ഞ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഇന്നാണ് ഇട്ടെടുത്തത് കേട്ടോ. ഇനി വേണം ഉടമയ്ക്ക് അതിനെ തിരികെ ഏൽപ്പിക്കാനായിട്ട്. കുറെ ദിവസം അവർ തന്നിട്ട്. എന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബ്ലൗസ് ഹെം ചെയ്തു, ഹുക്ക് പിടിപ്പിച്ചോ. അപ്പൊ ഞാൻ പോകുവാണ്. അത് കയ്യെ കിടക്കണോ? ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റണില്ല. കാരണം ഇത് മറ്റേ തുണി മാത്രമേ ഉള്ളൂ. ഈ തുണി മാത്രമല്ല, കോട്ടനും കൂടി വരുമ്പോഴാണല്ലേ പിടിക്കുന്നത്. സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റി. താഴേക്ക് പോകുവാണ്. അടുക്കളയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വന്നെ നമ്മുടെ ചേട്ടന്റെ കയ്യിൽ ബണ്ണായിരിക്കുവേ. കിയാക്കി കൊടുക്കാനായിട്ട് എപ്പോഴും ഈ ബണ്ണ് മേടിച്ചോണ്ട് വരല്ല പരിപാടി. എത്തിയില്ലേ ആളിതുവരെ. ബണ്ണ് കയ്യിരിക്കണ കണ്ടാ. കൊച്ചിനെ കൊടുക്കാൻ കൊണ്ടുവന്നതാ. കൊച്ചിന് മാത്രമേ തിന്നാവുള്ള. കൊച്ചിനുള്ളതാണ്. ഞാൻ തിന്നോട്ടെ? ഞാനും തിന്നോ, കൊച്ചിന് തിന്നോ? ശരി. അടുക്കളയിൽ എനിക്ക് മുട്ടൻ പണിയായിരുന്നുണ്ട്. ഈ മീൻ ഭയങ്കര പാടായിരുന്നു വെട്ടിയെടുക്കാനായിട്ട്. പിന്നെ കുറച്ച് ചെമ്മീനും ഉണ്ടായിരുന്നു. വേഗം ഞാനതെല്ലാം കറി വെച്ചു. ചെമ്മീനൊക്കെ പോലത്തുന്നത് നാൻസിക്ക് തീരെ ഇഷ്ടമില്ല. പക്ഷെ ഇത് വറുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുഞ്ഞു ചെമ്മീനാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ള ചെമ്മീനാണ് കേട്ടോ. അതപ്പം നമ്മുടെ കായലിലെ ചെമ്മീനില്ലേ, കായലിലെ ചെമ്മീനൊക്കെ ഇതേപോലെ വറുത്ത് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ വറുത്ത് തിന്നാൽ മുതലാകില്ല എന്നുള്ളതാണ്. കാരണം പാടുപെട്ടല്ലേ ഇത് കിള്ളി എടുക്കുന്നത്. അപ്പം വറുക്കുമ്പോൾ നമുക്ക് വേഗം തീർന്നു പോകുമല്ലോ. പിന്നെ ബാക്കിയുള്ളത് മീൻ കറിയും വെച്ചു. ഇച്ചിരി വറുക്കാനായിട്ട് മീൻ പുരട്ടി വെച്ചു. പിന്നെ പരിപ്പും മത്തങ്ങയും കൂടി കറി വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. അതിനിടക്കാണ് നാൻസിക്ക് ഒരു കൊറിയർ വന്നത്. ഇവരെപ്പോ കൊണ്ടുവന്നാലും ഇങ്ങനെ വൃത്തികേടായിട്ടാണല്ലോ കൊണ്ടുവന്നത്. ഇത് കണ്ട, ഇതൊരു സ്റ്റാൻഡ് ആട്ടോ. നമ്മളത് അസംബിൾ ചെയ്തെടുക്കണം. അതിന്റെ എല്ലാ വടിയും പുറത്തോട്ട് എടുത്ത് വെക്കുവാണ് നാൻസി. അടുത്ത കമ്പും കോലും വന്നു. നാൻസിക്ക് മതിയായില്ല. ഇത് പുതിയൊരു സാധനം. ഇത് മറ്റേ ഇതാണമ്മ, ചെരുപ്പ് കുത്തിയ സ്റ്റാൻഡാണ്. സാധനം തൂക്കണം. ഇത്ര വടി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? എന്തെങ്കിലും ചെയ്യൂ. ഇത് കിയൊക്കെ ഒരു തവണ ചാടി പിടിക്കാനുള്ള സാധനമുള്ളു. ഒറ്റ ചാട്ടത്തിന് പീസാക്കി തരും. അതിന്റെ താഴത്തെ സ്റ്റാൻഡ് റെഡിയാക്ക്. ഇതെന്തിനാ കട്ടിയില്ലാത്ത പേപ്പർ? ഈ കട്ടിയില്ലാത്ത പേപ്പറിന് എല്ലാരും ഓരോ കുന്ത്രണ്ടെണ്ണം വെക്കണം. 3 എണ്ണം കയറ്റണം. 3 എണ്ണം കയറ്റണം.
പൂക്കനൊക്കെ ഇട്ട് അതാണ് ഒരു വ്യത്യാസം. എനിക്ക് എന്തോ മുഖത്തോട് നോക്കിയപ്പോ ഒരു അപാകത ഫീൽ ചെയ്തു. കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവിടെ ചെല്ലുമ്പോ എന്റെ രണ്ട് കുരിപ്പുകൾ തന്നെ കളിയാക്കാൻ കണ്ടുപിടിക്കാൻ എനിക്കൊരു അവസരം. നല്ല ഭംഗിയില്ലേ? സൂപ്പർ. മേമക്ക് ചേരണില്ല. എന്ത് മേമോളെ ഊരി കള പോടന്ന് കോപ്പിട്ടേക്കണ. ഇല്ലടേ രസമില്ലടേ. എന്നോട് എല്ലാരും പറഞ്ഞൊരു ചേഞ്ച് വേണമെന്ന് പറഞ്ഞു. ഓ ചേഞ്ച് എന്നാ കുഴപ്പമില്ല. വെട്ടാൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കുവാണ് മേമോൾ. മേമോളം ജോർജ്. എല്ലാം കൂടെ ഇത് നാളം കിടത്തിക്കോട്ടെ. ഇതെന്നാ തുണിയാണ്? ഇതെന്തോ പ്രത്യേകതയുള്ള തുണിയാണ്. നല്ല തുണിയല്ലേ? ഇതാണ് മേമോള്. ഞങ്ങളുടെ കൂട്ടുകാരിയാണ്, അയൽവക്കക്കാരിയേക്കാൾ കൂട്ടുകാരിയായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ബന്ധുവും കൂടി ആയിട്ടുണ്ട്. അമ്മയുടെ ഒരു ആങ്ങളേനെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പൊ അവളിപ്പോ അവളുടെ വീട്ടിൽ തൊട്ടപ്പുറത്താണ് അവളുടെ വീട്. അവിടെ വന്നതാണ്. അവളും കൂടി വന്നതുകൊണ്ട് നല്ല എളുപ്പമായി കേട്ടോ അത് പിടിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് അവളും നാൻസിയും കൂടി അത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുറയ്ക്ക്. ഞാൻ അതിനിടയ്ക്ക് വന്നിട്ട് ചെമ്മീൻ വറക്കാനുണ്ടായിരുന്നല്ലോ, അതെല്ലാം വറക്കാനായിട്ട് ഇട്ടേച്ച് പിന്നെ വർത്താനം പറയാൻ പോയി. അതെല്ലാം പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വലിയ ബലമൊന്നുമില്ല കേട്ടോ. ഒരു 800 രൂപ എങ്ങാണ്ടായിരുന്നു നാൻസി ഇത് വാങ്ങിച്ചത്. അവളുടെ മുറിലോട്ട് വെക്കാനാണ് അവൾക്ക് ആ സ്റ്റീലിന്റെ. ഇതാണ് നമ്മുടെ നാൻസിയുടെ മുറിലോട്ട് വാങ്ങിച്ച പുതിയ സ്റ്റാൻഡ്. ആരും തൊടരുത്, പിടിക്കരുത്. അതെ, ഹാൻഡിൽ വിത്ത് കെയർ ആയിരിക്കണം. ഓക്കെ, കൊള്ളാം. ഒതുക്കത്തിൽ സാധനമൊക്കെ വെക്കാം അല്ലേടി? ഓ, എന്താണ് പരിപ്പിന് ഇളക്കം. അയ്യാ, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല സമയമായി. 3 മണിക്കാണ് ഭക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ കഴിക്കാൻ പോവാണ്. ഞാൻ കരുതി എനിക്ക് രാവിലത്തെ പുട്ട് കഴിക്കാൻ തോന്നി കേട്ടോ. പുട്ടും മത്തങ്ങാക്കറിയും മീൻകറിയും ചെമ്മീൻ വറുത്തതും കൂടി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരുപാട് നേരം വൈകും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെമ്മൊക്കെ ചെയ്തില്ല. ബ്ലൗസൊക്കെ 1.5-3 മണിക്കൂർ വേണം എനിക്കിത് ചെയ്തെടുക്കാനായിട്ട്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അടുക്കളയിൽ കയറിയ നേരം ഭയങ്കര താമസിച്ചു പോയി കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നാൻസി മെയ്മോള് കുറച്ച് അവൾക്കൊരു പാറ്റേൺ പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു മിനിയേച്ചറായിട്ട് അത് കാണിച്ചു കൊടുക്കുവാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. മെയ്മോള് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ എല്ലായിടത്തും പേൾപ്പിന് കുത്തണം. പേൾപ്പിന് കുത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ മറച്ചിടണം. കണ്ട കൃത്യം കാണാം ഇപ്പൊ എല്ലാം. എന്നിട്ട് നിന്റെ 4 ഇഞ്ച് വിട്ടിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് അടിക്കണം. മേമോക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് തയ്ച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവള് പോയിട്ടുണ്ട്. ഇങ്ങനെ പിറ്റേ ദിവസം പിന്നെ മോളമ്മയുടെ ഏകദേശം ഓക്കെ ആയി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ കുഞ്ഞിനും അമ്മയ്ക്കും മകൾക്കും ഒരേപോലെ ഇടാനാണ് ആ ഫംഗ്ഷന്. അതിന് വേണ്ടിയിട്ട് കുഞ്ഞിന് ഉടുപ്പ് തയ്ക്കുവാണ്. ഉടുപ്പെല്ലാം നാൻസി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്റെ പരിപാടിയാണ്. കഴുത്തും കൈയിന്റെ അവിടെയൊക്കെ ഹെം ചെയ്ത് വെക്കണം. കുഞ്ഞു പിള്ളേരല്ലേ, ഈ നെറ്റൊന്നും മുട്ടാൻ പാടില്ല. പിന്നെ കുറച്ച് മുത്തും പുറകിലൊരു 3-4 പിടിപ്പിക്കാനുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഒരു ഷ്രഗ് ഉണ്ടല്ലോ, അപ്പൊ ഷ്രഗ് ഇങ്ങനെ വെറുതെ നെറ്റ് പോലെ കിടക്കുന്നു. എന്തോ ഒരു ഇല്ലായ്മ തോന്നുന്നു. അപ്പൊ നാൻസി പറഞ്ഞു നമുക്ക് കുറച്ച് സ്റ്റോൺ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയെടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അത് അവൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതാണ് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി ചെയ്തേക്കണം കേട്ടോ. ഇത് ഷ്രഗ് അവർ വരും ഉടനെ. അവർ വരാൻ നേരത്ത് ഇട്ട് കാണിച്ചു തരാവേ. അവൾ ഇടുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് കുഞ്ഞിന്റെ ഉടുപ്പിന്റെ പുറകിൽ മുത്ത് പിടിപ്പിച്ചേക്കുന്ന ഇതാണ്. ഇത് ലൂപ്പിൽ കൊളുത്തിടാന്നാ വിചാരിച്ചത്, പക്ഷെ അത് പാളിപ്പോയി കേട്ടോ. പിന്നെ ലൂപ്പ് ഒന്നും അഴിച്ചു കളയണ്ടല്ലോ, അത് ഇങ്ങനെയും നമുക്ക് ഡിസൈൻ ആക്കാമല്ലോ. അങ്ങനെ കൊളുത്താണ് ഇപ്പൊ വെച്ചേക്കുന്നത് കുഞ്ഞിന്റെ ഉടുപ്പിന്റെ ബാക്കിൽ. അപ്പൊ ഒരു മുത്ത് ഒരു 5-6 ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തേക്കുന്നു. ലൂപ്പിന്റെ ആയതും അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അമ്മയുടേത് ഷ്രഗിന് വേണ്ടിയിട്ട് നാൻസി കുറച്ച് നമ്മളെ കഴുത്തിന്റെ അവിടെയൊക്കെ പിടിപ്പിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് പണിയാണ്. ആ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം.